മമ്മൂട്ടി പടങ്ങൾ ഹിറ്റുകൾ അടിച്ച് തിയേറ്ററിൽ പൊടിമാറിക്കുമ്പോൾ മമ്മൂട്ടി കഥാപാത്രങ്ങളുടെ അനുകരണവുമായി അതിഥിയായി എത്തുന്നത് വിപിൻ ബാലനാണ്. സ്വാഗതം വിപിൻ ബാലൻ, വരൂ വരൂ. വളരെ കാലത്തിന് ശേഷം എന്റെ മനക്കിലേക്ക് ഒരു അതിഥിയെത്തുന്ന മഹത്തായ ദിവസം. ഞങ്ങളുടെ മനയിലേക്ക് സ്വാഗതം. ഓക്കെ അല്ലേ? കറക്റ്റ് ആയിരുന്നു അത്. ഭ്രമയുഗത്തിലെ ഡയലോഗാണ്. കണ്ട പ്രേക്ഷകർക്ക്, സിനിമ കണ്ട പ്രേക്ഷകർക്ക് അത് മനസ്സിലാവും. ഇപ്പൊ കണ്ട ഒരു ദൃശ്യം എന്ന് പറയുന്നത് വടകരയിൽ വെച്ച് അല്ലെ, മമ്മൂട്ടിയുടെ മുൻപിൽ വെച്ച് മമ്മൂട്ടിയെ അനുകരിച്ച് കാണിക്കാനുള്ള ഒരു അവസരം കിട്ടിയല്ലേ? ഒന്ന് ആ കയ്യും തൊട്ടോട്ടെ. അതെ, എനിക്കും ഇപ്പോഴും ഞാൻ ഡ്രീം മൊമെന്റ് ആണ് എന്റെ ലൈഫില്. കാരണം മമ്മൂക്കനെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് കണ്ണിലൊന്ന് ഇരുട്ടെന്ന് അറിയും നമ്മുടെ ഒരു 10 സെക്കൻഡ്. ഇപ്പോഴും എനിക്ക് വിശ്വാസം വരുന്നില്ല ആ വീഡിയോയിൽ ഞാൻ എങ്ങനെ മമ്മൂക്കയുടെ മുന്നിൽ നിന്ന് മമ്മൂക്കയുടെ ശബ്ദം അനുകരിച്ചെന്നും അദ്ദേഹത്തിന്റെ മകന്റെ ശബ്ദം അനുകരിച്ചു. ഞാൻ തന്നെ ആ വീഡിയോ കണ്ട് ഇങ്ങനെ ഇടക്കിടക്ക് ഞെട്ടാറുണ്ട്. ശരിക്കും വല്ലാത്തൊരു മുഹൂർത്തം തന്നെയാണല്ലേ അത്. ഒരു ഞാൻ അതിന് ജന്മസാഫല്യം എന്നാണ് ഫേസ്ബുക്കിൽ ഞാൻ ഇട്ട സമയത്ത്, വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിനിട്ട ക്യാപ്ഷൻ. എങ്ങനെ ഒരു അവസരം കിട്ടി അങ്ങനെ വടകരയിൽ വെച്ച്? അത് എൻ്റെ ഒരു മുംബൈ ഒരു പ്രോഗ്രാം ഞാൻ മുംബൈയിൽ ചെയ്തിരുന്നു. അപ്പോൾ അവിടുത്തെ ആങ്കർ റമീജ ആയിരുന്നു. റമീജ ആങ്കർ ആ സെയിം ആങ്കർ തന്നെയായിരുന്നു വടകര മമ്മൂക്ക റോയൽ വെൻഡിങ് എന്നൊരു സ്ഥാപനത്തിൻ്റെ ഇനാഗുറേഷൻ നടത്തുമ്പോൾ. അപ്പോൾ അങ്ങനെ മുൻകൂട്ടി ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ അവസരം കിട്ടി. അവിടെ വെച്ചിട്ട് അതിനിടയ്ക്ക് വലിയ തിരക്കായിരുന്നു, ക്രൗഡായിരുന്നു, ബ്ലോക്കായിരുന്നു. നമുക്ക് പറയുന്നുണ്ട് എല്ലാവരും ഒന്ന് മാറി കൊടുക്കണം. പക്ഷേ ഹൈവേ ഒക്കെ ബ്ലോക്കായ സമയത്ത് റമീജ ഒന്ന് ചോദിച്ചാണ് മമ്മൂക്കൊക്കെ സർപ്രൈസ് തരാൻ ഇങ്ങനെ ഒരു കലാകാരനെ വിളിച്ചോട്ടെ. അപ്പോൾ എന്തോ ഭാഗ്യം മമ്മൂക്ക പറഞ്ഞു വന്നോട്ടെ എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ നമ്മൾ കയറി. എനിക്ക് ഓർമ്മയില്ല, ഇനി ഈ വീഡിയോ കാണുന്നതാണ് ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താ അവിടെ സംഭവിച്ചത്. ശരിക്കും മമ്മൂട്ടീനെ തന്നെ, അതായത് ഞാൻ പെർഫെക്റ്റ് ആയി ചെയ്യുന്നത് മമ്മൂട്ടിയായിരിക്കുമെന്ന് വിപിൻ തിരിച്ചറിയുന്നപ്പോഴാണ്? അങ്ങനെ ഇല്ല, എനിക്ക് ഒരിക്കലും മമ്മൂക്കന്റെ ശബ്ദം ആർക്കും പെർഫെക്റ്റ് ആയിട്ട് അനുകരിക്കാൻ സാധിക്കില്ല. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം, അത്ര പെർഫെക്റ്റ് ആവാതെ കാണാറുള്ളത് മമ്മൂട്ടിയെയാണ്. അതെ, ഇപ്പോഴും എനിക്ക് പേടിയാണ്. എങ്കിലും ഞാൻ അനുകരിക്കുന്നതിൽ ഒരു 10% ഒക്കെ ഞാൻ ശരിയാണെന്നൊക്കെ ഞാൻ പറയുന്നുള്ളൂ. ഒരിക്കലും നമുക്ക് അനുകരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നിയത് ബിഗ് ബി ഒക്കെ ഇറങ്ങിയ സമയത്ത് ഞാനിങ്ങനെ ചുമ്മാ എൻ്റെ റിലേറ്റീവ്സിനൊക്കെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് അവിടെ നിന്റെ ശബ്ദം മറ്റേ ബിലാലിൻ്റെ മമ്മൂക്കേനെ പോലെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഇവൻ്റെ വാപ്പയാ ദുബായിലാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. ഞാൻ ചെറുപ്പം മുതലേ മിമിക്രിയിൽ വന്ന ഒരാളല്ല. ഞാൻ വളരെ റീസെന്റ് ആയിട്ട് ഒരു ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഒരു സ്റ്റേജിൽ പോലും കയറുന്നത്. ഞാൻ വിചാരിച്ചു സ്കൂൾ കാലത്തൊക്കെ കലോത്സവത്തിലൊക്കെ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊന്നും ഞാൻ മിമിക്രി കാണുന്നത് അത്ഭുതമാണ്. കാരണം വളരെ ഷൈ ആയിട്ട് ഒരു മാറിയിരുന്ന് ഒരു ഒതുങ്ങി ഉള്ളൊരു ക്യാരക്ടറായിരുന്നു എൻ്റെ. പക്ഷേ അൺഎക്സ്പെക്ടഡ്ലി പിന്നെ നമുക്ക് പുറത്ത് ചാടിയതാണ്. അത് എങ്ങനെയാ നിങ്ങളിപ്പോ ഒരു മിമിക്രി കലാകാരന്മാർ ഇത് ഒബ്സർവ് ചെയ്യുന്നത്? എങ്ങനെയാ വീഡിയോസ് തുടർച്ചയായി കണ്ടു? ഒരുപാട് ഒന്നാമത് നമുക്ക് ഇതിനോട് ഇഷ്ടം വേണം. അപ്പം മമ്മൂക്ക എന്ന് പറയുന്നത് ഞാൻ അത്രയും ആരാധിക്കുന്ന ഒരു നടനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾ എത്രയോ തവണ വീണ്ടും കണ്ടിട്ടുണ്ട്. ബിലാലൊക്കെ എത്രയോ തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കാണുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ അത് മനസ്സിലേക്ക് ഇങ്ങനെ പതിയും, ഡയലോഗ്സ് ഒക്കെ ഇങ്ങനെ മനസ്സിൽ നമുക്ക് പതിയും എന്നുള്ളതാണ്. ഇപ്പൊ ഇതില് ഇപ്പൊ തന്നെ മമ്മൂട്ടി അല്ലാതെ തന്നെ ദുൽഖറിനെയും ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? നമുക്ക് മമ്മൂട്ടിയുടെ ഇപ്പൊ ഏത് ഹിറ്റ് കഥാപാത്രത്തിന്റെ ഒരു നമുക്കടെ എനിക്ക് റീസെന്റ് ഏറ്റവും ഹിറ്റായത് പ്രമയോഗം തന്നെയാണ്. പ്രമയോഗത്തിൽ നമ്മളിപ്പോ പറഞ്ഞ ഒരു ഡയലോഗ് തന്നെ ഞാൻ വീണ്ടും അനുകരിക്കും. നിക്കണോ? എന്നാലേ നിങ്ങൾക്ക് മാനറിസം ഒക്കെ അങ്ങനെയാണല്ലോ. മാനറിസം ഇല്ല, ഒരിക്കലും അതിനടുത്ത് പോലും നമുക്ക് എത്താൻ പറ്റും. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. നിനക്ക് 2 തവണ വിധി പണയം വെച്ച് കളിക്കാൻ പറ്റില്ല. ഇത് ഭ്രമയുഗ, കലിയുഗത്തിന്റെ ഒരു അപഭ്രംശം. നിനക്ക് ഇവിടുന്ന് പോകാൻ അനുവാദമില്ല. അടിപൊളി.